അല്ലാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവൻ്റെ കാത്, അവൻ്റെ കണ്ണ്, അവൻ്റെ കാല്, അവൻ്റെ കൈ എല്ലാം ഞാനായിത്തീരും. അല്ലാഹു എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അവൻ്റെ അവയവങ്ങൾക്ക് അസാധാരണ കഴിവുണ്ടാവും. നമ്മളിപ്പോൾ ഈ ചുമരിൻ്റെ അപ്പുറത്തുള്ള സാധനം കാണുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മൾ അതിൻ്റെ ഫിസിക്സ് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കെമിസ്ട്രി പറയും. എന്ത്? ഇവിടെ പ്രതിബന്ധവും മതിലും ചുമരും ഉള്ളത് കൊണ്ട് അപ്പുറത്തെ സാധനം കാണുന്നില്ല എന്ന് പറയും. അതേസമയത്ത് ഇതേപോലത്തെ മിമ്പർമ കയറിയിട്ട് 1 മാസം വഴിദൂരുള്ള നയാബന്ദ് എന്ന് പറയുന്ന സ്ഥലത്തെ യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പർമെന്ന് പറഞ്ഞല്ലോ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയത്തെ ആ പർവ്വതത്തിൻ്റെ അപ്പുറത്ത് നിന്ന് ശത്രുക്കൾ പതീരിനെ ആക്രമിക്കാൻ വരുന്നുണ്ട്, ബി കെയർഫുൾ, ഒന്ന് അവിടെ ഒന്ന് ശ്രദ്ധിച്ചാളി. അപ്പോൾ അവരെന്താ കാണുന്നത്? ഫിസിക്സ് ഇല്ലേ? അത് അവർ കാണുന്നത് അത് ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു, അവരുടെ കണ്ണ് ഇൻസൈറ്റ് ഉണ്ട്, അകക്കാഴ്ചയുണ്ട്. അവരുടെ കണ്ണ് അള്ളാഹ് ഇഷ്ടപ്പെട്ട കണ്ണാണ്. അതുകൊണ്ട് തന്നെ അസാമാന്യ അസാധാരണ കഴിവ് അല്ലാഹു അവർക്ക് കൊടുക്കും. ഈ സംസാരം ഇത്രയും കിലോമീറ്റർ ദൂരത്തുനിന്ന് സാരിയത്ത് റളിയല്ലാഹു അൻഹു കേട്ടില്ലേ? എങ്ങനെ കേട്ടത്? ഓരോ ചെവി സാധാരണ ചെവിയല്ല, അവൻ്റെ ചെവി ഞാനാകും എന്ന് പറയുന്ന ചെവിയാണത്. അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഒരവയവങ്ങൾ കൊണ്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. കുറേ സുന്നത്തെടുത്ത് ജീവിച്ചാൽ അയാളുടെ അവയവങ്ങൾ കൊണ്ട് അയാൾ തെറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ തന്നെ അള്ളാഹ് എങ്ങനെയെങ്കിലും ഒരു ബ്ലോക്ക് ഇട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാൽ മൂപ്പര് ഇന്ന് രാത്രി ഫോണിൽ ഹറാമ് കാണണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ അന്ന് ഭയങ്കര ഇടി, മഴ, കറണ്ടില്ല, നെറ്റില്ല, നെറ്റ് കട്ടായി, വൈഫൈ കട്ടായി, ചാർജില്ല, പവർ ബാങ്കിലും ചാർജില്ല. കണ്ടോ? എങ്ങനെയെങ്കിലും തെറ്റ് ബ്ലോക്ക് ചെയ്യുമല്ലോ. അള്ളാഹിൻ്റെ ഇഷ്ടം ഒരാൾക്ക് കിട്ടിയാൽ അള്ളാഹ് സംരക്ഷിച്ചോളൂ. മദീനയിൽ കിടക്കുന്ന ഒരു മഹാനാണ് ഖാദി അബൂ ശുജാ റളിയല്ലാഹു അൻഹു. 160 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടോ? ഒറ്റ പല്ലും കഴിഞ്ഞു പോയിട്ടില്ല, കണ്ണിന് കാഴ്ചക്ക് പ്രശ്നമില്ല, കേൾവിക്ക് ഭംഗമില്ല. അവരോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ആഫിയത്ത് കിട്ടിയത്? പ്രായപൂർത്തിയായ കാലം മുതൽ എൻ്റെ അവയവങ്ങൾ കൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അള്ളാഹ് തിരിച്ചു തന്ന സമ്മാനമാണ്. ഹാഷിയത്തുൽ ബുജൈരിമിയിൽ കാണാം. അവൻ്റെ കണ്ണ് ഞാനാകും, അവൻ്റെ കാത് ഞാനാകും. അപ്പം ഇയാൾ ചില സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോയാൽ തന്നെയും അവിടുന്ന് മൂപ്പര് പറയും, എനിക്ക് നോൺ വെജ് വേണ്ട, വെജ് മതി. കാരണം അവിടുത്തെ ചിക്കൻ അറക്കാത്ത ചിക്കനാണ്, അല്ലെങ്കിൽ ഹലാൽ അല്ലാത്ത ചിക്കനാണെന്ന് മൂപ്പർക്ക് എങ്ങനെയോ മൈൻഡിൽ തോന്നും. മൂപ്പര് ചിക്കൻ റോളും ഷവർമയും തിന്നാത്ത ആളൊന്നല്ല, പക്ഷെ മൂപ്പർക്ക് ആ സഭയിൽ നിന്ന് തിന്നണ്ടാന്ന് മൂപ്പരെ മൈൻഡിൽ അള്ളാഹ് തോന്നിപ്പിക്കും. കണ്ട, മൂപ്പരെ കാര്യം സംരക്ഷിക്കൽ അള്ളാഹ് ഏറ്റെടുത്തതാണ്. അതാണ് വതവല്ലനി ഫീമൻ തവല്ലൈ, നീ ചിലയാളെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ റബ്ബേ, അതേപോലെ എന്നെ ഏറ്റെടുക്കണേ എന്ന് ഖുനൂത്തിൽ ദുആർക്കണം. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾക്ക് ഈ കുമ്പളങ്ങ കറിയൊക്കെ വലിയ ഇഷ്ടമാണ്. ഒരാൾ സദ്യക്ക് കൊണ്ടുപോയിട്ട് അത്തരം കറികൾ കൊടുത്തപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, ഈ കുമ്പളങ്ങ എല്ലാം നിങ്ങളുടേത് തന്നെയാണോ? അതെ. നിങ്ങളുടെ പറമ്പത്തുനിന്ന് പറിച്ചെടുത്താണോ? അതെ. ആരാ പാചകം ചെയ്ത്? വൈഫ്. ഒന്ന് ചോദിച്ചു നോക്കി. പോയി ചോദിച്ചു, ഇതെവിടുന്ന് കിട്ടിയത്? നമ്മളെ പറമ്പത്തല്ലേ. ഇന്ന് ആകെ ഒരു ചെറിയ കുമ്പളങ്ങ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ മഹാൻ്റെ ഒക്കെ മുന്നിൽ കറി വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അധികം തളികയിൽ ഉണ്ടാവണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 കുമ്പളങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്, സമ്മതം പിന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് മഖ്ദൂം തങ്ങൾക്ക് അത്തരം ചെറിയ ചെറിയ പീസുകൾ ബ്ലഡിൻ്റെ കളറിലായത്. അവരുടെ കണ്ണ് ഞാനാകും എന്ന് പറഞ്ഞാൽ ഓരോ കാര്യം ഞാൻ നോക്കിക്കോളും, നിങ്ങൾ ഏറ്റെടുക്കണ്ടെന്ന്. അവർ 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 ഒരു ചാൺ എന്നിലേക്ക് അടുത്തു, അപ്പോൾ ഞാൻ ഒരു മുഴം അവരിലേക്ക് അടുത്തു. കണ്ടോ കണ്ടങ്ങള്? ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു ഇദാ മദ്ദ യദഹു ഇല തുആമി അൽ ഫവായിദുൽ മുഖ്താർ എന്ന കിതാബിൽ കാണാം, മഹാനവർകൾ ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിയാൽ ഭക്ഷണത്തിൽ കഴിക്കാൻ പറ്റാത്ത ഹലാലല്ലാത്തതോ അഥവാ ശുബ്ഹത്തോ ഹറാമോ ഉണ്ടെങ്കിൽ മഹാന്റെ വിരലിന് വിയർപ്പ് വരും. സാധാരണ വിയർപ്പ് വിരലിന് വരില്ല, പക്ഷെ അവരുടെ വിരലിന് വിയർപ്പ് വരും. അപ്പോൾ ഒരിക്കൽ റെഡ് സിഗ്നൽ കത്തും, ഇതെന്തോ അപകടമുണ്ട്, വേണ്ട എന്ന് തോന്നും. അവൻ്റെ കൈ ഞാനാകും. കണ്ടോ കണ്ടങ്ങള്? അവൻ്റെ കൈ ഞാൻ. ഇതിൻ്റെ മാനദണ്ഡം എന്താ വെച്ചാൽ ഇത്തിബ ആണ്, സുന്നത്തെടുക്കണം. അതാണ് അദ്കിയ പറഞ്ഞത്, ഹാഫിദ് അലാ സുനനിൻ വ ആദാബിൻ അതസ് മഗ്സൂറത്തൻ അൻ ഖൈരി മൻ ജാ മുർസല. എടാ മോനെ, നീ സുന്നത്തെടുത്ത് ജീവിക്കൂ. എവിടെ? എല്ലാ ഘട്ടങ്ങളിലും സുന്നത്തെടുത്ത് ജീവിക്കണം. ഇല്ലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത റസൂലിൽ മുക്മില.
അള്ളാഹുലേക്ക് എത്താൻ ലോകത്ത് ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ ഒരു ഗൂഗിൾ മാപ്പും ഇല്ല. അള്ളാഹുലേക്ക് എത്താൻ ഒറ്റ വഴി ഇല്ല മുത്താബഅത്ത റസൂലിൽ മുക്മില സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ സുന്നത്തെടുക്കുക. എന്താണ് റസൂലുള്ള? ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅവില. ഓരോ ഘട്ടത്തിലും തങ്ങളെങ്ങനെ ഇരുന്നു, തങ്ങളെങ്ങനെ ഭക്ഷണം കഴിച്ചു, തങ്ങളെങ്ങനെ കിടന്നു, തങ്ങളെങ്ങനെ പള്ളിയിൽ കയറി ടോയ്ലറ്റിലേക്ക് എങ്ങനെ പോകുന്നു, തങ്ങളെന്നെ വീട്ടിൽ എങ്ങനെ എന്നൊക്കെ പഠിച്ച് അത് ജീവിതത്തിൽ കൊണ്ടുവരും. അതാണ് അള്ളാഹുലേക്ക് എത്താനുള്ള വഴി. വേറെ ഒരു വഴിയും ഇല്ലെന്ന് സയ്യിദുന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു. വേറെ ഒരു വഴിയും ഇല്ല. എന്ന് മാത്രമല്ല കേട്ടോ, അള്ളാഹു ഏറ്റെടുത്താൽ മൂപ്പര അവയവം കൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ടതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് തെറ്റ് ചെയ്യൂല, തെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തടസ്സം വരും. പിന്നെ മൂപ്പരെ കൊണ്ട് അള്ളാഹു നല്ലോണം നന്മ ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞാൽ തൗഫീഖുകൾ വർദ്ധിക്കും. അവിടെ കിതാബുകളിൽ കാണാം, നന്മ ചെയ്യണ്ടെന്ന് മൂപ്പർക്ക് തോന്നിയാലും മൂപ്പരെ കൊണ്ട് അള്ളാഹു നന്മ ചെയ്യിപ്പിക്കും. ഉദാഹരണം പറഞ്ഞാൽ നബിദിനത്തിൻ്റെ ഒരു ആശംസ പറയാനൊക്കെ ആയിരുന്നു മൂപ്പരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചത്. 8 മണിയാകുമ്പോൾ എത്തിയാൽ മതി ഗൾഫ് പ്രതിനിധി എന്ന അർത്ഥത്തിൽ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ മൂപ്പര് എത്തി. അപ്പോഴാണ് സംഘാടകർ പറയണത്, ആൾക്കാർ വളരെ കുറവാണ്, കുറച്ച് ആൾക്കാർ എത്തട്ടെ, നിങ്ങളെ കൊണ്ട് 2 സമ്മാനം കൊടുപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഏതായാലും നമുക്ക് ഹദ്ദാദ് അല്ലേ അൽ ഫാത്തിഹ മൂപ്പരെ കൊണ്ട് ഹദ്ദാദ് ചെല്ലിപ്പിക്കും. അതെ, മൂപ്പര് അദ്ദാദല്ലൊന്നുമില്ല പൊതുവെ. പക്ഷെ മൂപ്പര് ഇന്നലെ ഏതോ ഒരു സുന്നത്തെടുത്തപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമായി. പള്ളിയിൽ കയറിയപ്പോൾ വലത്തെ കാലം എടുത്തു വെച്ചിട്ടാണ് മൂപ്പര് കയറിയത്. അത് ക്ലിക്കായിട്ടുണ്ട്. അതിൻ്റെ ഒരു സമ്മാനമാണ് അള്ളാഹ് ഇത് കൊടുത്തത്. വിത്തർ സാധാരണ മൂപ്പര് നിസ്കരിക്കാറില്ല. മൂപ്പര് ഇശാ നിസ്കാരത്തിന് വന്നു. ഇശാൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ശബ്ദം. ഇതെന്താ ശബ്ദം? ഷീറ്റിന് ശബ്ദം എന്താ? ഷീറ്റ് മഴ പെയ്യുന്നുണ്ട്, ഞാൻ കുടയും എടുത്തിട്ടില്ല, വണ്ടി എടുത്തിട്ടില്ല, ഇനിയിപ്പോൾ പോയിട്ട് ഇനി ഏതായാലും വിത്തറിൽ നിസ്കരിച്ചിട്ട് പോകാൻ കണ്ടാ മൂപ്പര് വിത്തർ നിസ്കരിക്കും. ഷെഹറാനി ഇമാമിന്റെ അൽ അൻവാറുൽ ഖുദ്സിയ ഫി ആദാബിൽ ഉബൂദിയയിൽ കാണാം, അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ മൂപ്പര് ഇബാദത്ത് വർദ്ധിപ്പിക്കണ്ടെന്ന് കരുതിയാലും മൂപ്പര് കൊണ്ട് അള്ളാഹ് ചെയ്യിപ്പിക്കും. അതിന്റെ അവസരം ഇങ്ങനെ തുറന്ന് വെച്ചോളൂ. ഇതിന്റെ ഒക്കെ മാനദണ്ഡം ഒന്നാണ്, ഇല്ലാ മുതാബഅത റസൂലിൽ മുക്മില സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ സുന്നത്ത് എടുക്കും. എന്ത് സുന്നത്ത് എടുക്കേണ്ടത്? ഈ ഓൺലൈൻ മജ്ലിസ് കാലത്ത് പുതിയ എന്തൊക്കെ സുന്നത്തും പുതിയ ദിക്ർ കിട്ടിയാലേ ഓഡിയൻസിന് റാഹത്താവുള്ളൂ. സുബ്ഹാനല്ലദീ കഞ്ച ഹർഷുഹു അൽ മിൽ അസ്സമാ, ഇതുവരെ കേൾക്കാത്ത എന്തൊക്കെ ചെല്ലാൻ പറയണം, എന്നാലേ റാഹത്താവുള്ളൂ. അങ്ങനെ നമ്മളുടെ ഒക്കെ പുതിയ കാലത്ത് ഒരു ഓഡിയൻസിൻ്റെ ഒരു പ്രത്യേകതയാണത്. പ്രത്യേകിച്ച് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കൂടി വന്നതോടുകൂടി, അതിൽ അഫിലിയേറ്റഡ് ആയതോടുകൂടി പുതിയ എന്തെങ്കിലും കിട്ടണം. ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു വിചാരിച്ച, ഉറങ്ങാൻ നേരത്തെ എപ്പോഴും ബിസ്മിക റബ്ബി വല്ലാത്തു ജംബി എന്ന ദിക്ർ എല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇതൊക്കെ പഴയ മാറ്റർ, മൂപ്പരൊന്നും പ്രിപ്പയർ ആവാണ്ടാണ് പ്രസംഗിക്കാൻ വന്നതെന്നാണ് തോന്നുന്നത്. ഇതെല്ലാം 4ാം ക്ലാസ്